നേറുന്ന വേദനകൾക്കിടയ്ക്ക് ദുഃഖകരമായ മറ്റൊരു വാർത്ത കൂടി ഇന്ന് വൈകുന്നേരം പുറത്തു വന്നത് ഷഹാമ റോഡപകടത്തിൽ ഗുരുതരാവസ്ഥയിലായിരുന്ന 4ാമത്തെ ആൺകുട്ടി കൂടി 7 വയസ്സുള്ള കുട്ടി കൂടി ഇന്ന് മരണമടഞ്ഞു എന്നുള്ള കാര്യം അറിയുമ്പോഴാണ്. ഇന്നലെ ഞങ്ങൾ സൂചിപ്പിച്ചിരുന്നു, ഒരു കുടുംബത്തിലെ 3 ആൺകുട്ടികൾ 14, 12, 5 വയസ്സുള്ള, ഇന്നിപ്പോൾ 7 വയസ്സുള്ള കുട്ടി കൂടി മരണമടഞ്ഞു. മക്കളായിട്ടിനി ആ കുടുംബത്തിൽ ഒരു കൊച്ചു പെൺകുട്ടി ഇസ എന്ന ആ കുട്ടി ഇതൊന്നും അറിയാതെ, അതിൻ്റെ ഗൗരവമൊന്നും മനസ്സിലാക്കാൻ പറ്റിയ പ്രായമല്ല. ആ കുട്ടി ഇങ്ങനെ മൊബൈൽ ഫോണിൽ കളിച്ചുകൊണ്ട് തൻ്റെ സഹോദരങ്ങൾ 4 പേർ മരിച്ചതൊന്നും അറിയാതെ കണ്ട് ഇരിക്കുന്ന രംഗമാണ് നമ്മളിപ്പോൾ കാണുന്നത്. മാതാപിതാക്കൾ ICUവിൽ അപകടനില തരണം ചെയ്തു എന്നാണ് റുക്സാന അബ്ദുൽ ലത്തീഫ് ദമ്പതികളെക്കുറിച്ച് ഒടുവിൽ പുറത്തു വരുന്ന വിവരം. റുക്സാനയുടെ കൈക്കും കാലിലുമൊക്കെ പൊട്ടലുണ്ടെന്നും അത് ഓപ്പറേഷൻ നടത്തിക്കഴിഞ്ഞെന്നും അപകടാവസ്ഥയിൽ നിന്ന് മാറിയിട്ടുണ്ട് ദമ്പതികൾ എന്നുമാണ് പറഞ്ഞു കേൾക്കുന്നത് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വിവരം. ഇന്നലെ തന്നെ ആ വീട്ടിലുണ്ടായിരുന്ന വീട്ടുജോലിക്കാരിയായി നിന്നിരുന്ന ബുഷ്ര എന്ന മലപ്പുറം സ്വദേശിനി മരിച്ച വിവരവും ഞങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ മൊത്തത്തിൽ 5 പേരായിരിക്കുകയാണ്. അബുദാബിയിൽ നിന്ന് ലിവ ഫെസ്റ്റിവൽ കഴിഞ്ഞിട്ട് റാസൽ ഖൈമയിൽ അവർ താമസിക്കുന്ന വീട്ടിലേക്ക് വരുന്ന വഴിക്കാണ് ഷഹാമ വെച്ച് അപകടമുണ്ടായിരിക്കുന്നത്. വാഹനം ഓടിച്ചിരുന്ന വ്യക്തി ഉറങ്ങിപ്പോയതാണോ എന്നൊക്കെ സംശയിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇന്നലെ വന്നിരുന്നത്. ഇനി അതിൻ്റെ കാര്യങ്ങളൊക്കെ അബ്ദുൽ ലത്തീഫ് പുറത്തു വന്നിട്ട് പറയുമ്പോൾ മാത്രമാണ് ബാക്കിയുള്ളവർക്ക് അറിയാൻ കഴിയുക. ഒരു കാര്യം കൂടി, ഈ 4 പേരുടെയും മൃതദേഹങ്ങൾ, കുട്ടികളുടെ മൃതദേഹങ്ങൾ അബുദാബിയിൽ ഈ അപകടം നടന്ന സ്ഥലത്തിനടുത്ത് തന്നെ അടക്കം ചെയ്യണം എന്ന അർത്ഥത്തിൽ കുടുംബാംഗങ്ങൾ ഇപ്പോൾ ഒരു അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട്. UAE നിയമം അനുസരിച്ച് എവിടത്തെ വിസയാണോ ഉള്ളത് ആ എമിറേറ്റിൽ അടക്കം ചെയ്യണം, ഇവിടെ UAE അടക്കം ചെയ്യണമെങ്കിൽ എന്നുള്ളതാണല്ലോ. അപ്പോൾ റാസൽ ഖൈമ വിസയാണ് ഇവർക്കുള്ളത്. അബുദാബിയിൽ അടക്കം ചെയ്യണമെങ്കിൽ സ്പെഷ്യൽ അപ്രൂവൽ വേണം. അതിനുവേണ്ടി അപേക്ഷിച്ചിരിക്കുന്നു എന്ന വിവരമാണ് ഇന്ന് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. നാളെ ജനുവരി 6 ചൊവ്വാഴ്ച വെളുപ്പാങ്കാലം ശക്തമായ മൂടൽമഞ്ഞും അതുപോലെ നാളെ പകലുടനീളം ചാറ്റൽ മഴയും സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം സൂചിപ്പിച്ചിരിക്കുന്നത്. ദീർഘദൂര യാത്രയ്ക്കൊക്കെ പോകുന്നവർ, തുറസ്സായ സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യുന്നവർ പ്രത്യേക ശ്രദ്ധ വയ്ക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. UAE ഇന്ത്യ സെക്ടറിൽ യാത്ര ചെയ്യുന്നവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, വിമാനങ്ങളിൽ കയറുമ്പോൾ ഈ പവർ ബാങ്ക് ഹാൻഡ് ബാഗേജിൽ കൊണ്ടുപോകാൻ പറ്റുമെന്ന് നമുക്കറിയാം, ലഗേജിൽ കൊണ്ടുപോകാൻ പറ്റില്ല എന്നും അറിയാം. ഹാൻഡ് ബാഗേജിൽ കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, വിമാനങ്ങളിൽ ഓവർ ഹെഡ് ബാഗേജായിട്ട് ആ മുകളിൽ വയ്ക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം. പിന്നെ എവിടെ വയ്ക്കും? ചെറിയ കുഞ്ഞു ബാഗ് കയ്യിലുണ്ടെങ്കിലോ കൈവശമുണ്ടെങ്കിലോ സീറ്റിൻ്റെ അടിയിൽ വയ്ക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ തന്നെ ഇന്ത്യൻ വിമാന കമ്പനികളും ഇന്ത്യയുടെ ഏവിയേഷനും ഇത് പറയുന്നതിന് മുമ്പ് തന്നെ എമിറേറ്റ്സും ഫ്ലൈ ദുബായും പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയിലേക്കുള്ള വിമാനങ്ങളിൽ പോകുമ്പോൾ 100 WH താഴെയുള്ള പവർ ബാങ്ക് മാത്രമേ കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ, അതും ഒരാൾക്ക് ഒരെണ്ണം എന്ന രൂപത്തിലൊക്കെ നിയന്ത്രണം കൊണ്ടുവന്നതാണ്. പ്രത്യേകം ഈ വിഷയവും കൂടി ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കസ്റ്റംസിൽ വെച്ച് ഇതെടുത്ത് മാറ്റേണ്ടി വരും, ഒഴിവാക്കേണ്ടി വരും. അതുകൊണ്ട് ഇതെവിടെ വച്ചേക്കുന്നു, വിമാനത്തിനകത്ത് വെച്ചിട്ടും ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. ഓവർ ഹീറ്റായിട്ട് തീപിടുത്തം ഉണ്ടാവുക, പൊട്ടിത്തെറി ഉണ്ടാവുക, ഇതൊക്കെ കൊണ്ടാകണം സിവിൽ ഏവിയേഷൻ അതോറിറ്റി ഇത്രയും ഗൗരവത്തിൽ ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. നമ്മളും അതേ ഗൗരവത്തിൽ ഇതിനെ തൽക്കാലം സ്വീകരിക്കുക. Night updates supported by Hashim Hypermarket, Kalyan Jewellers, Lulu, Partha Signature, Abu Shagara Sharjah, White House Advocates and Legal Consultants, eLessons.net, Explore Education, Kisa Floor Mills, Best Express Cargo, Travel and Movers, Fira Foods, Gold Star Rent-A-Car, Al Usud Cargo, Areen Group of Companies, Ayurmana Ayurveda and Panchakarma Center.